അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വലക്കൊന്ന് ഇറങ്ങാണ്. ഒരാഴ്ചയോടെ ഇല്ലാത്തതുകൊണ്ടേ നമ്മളെ ക്യാപ്റ്റനും വേറെ ആളും 2 തന്താരും കട്ട വെയിറ്റിങ്ങിലായിരുന്നു, വരുന്നു കാത്ത്. നമ്മളെ ക്യാപ്റ്റൻ്റെ ഈ വണ്ടിയായിട്ടാണ് പോണത്. ഇതിൽ സകല വലിയും മീനും ഒക്കെ കയറ്റിയാണ്ട് വണ്ടികളാകെ ഇരപ്പാക്കിക്കുന്നു വരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും. അത് നല്ല അത്യാവശ്യം വലിയൊരു കയറ്റക്കാണ് പോണത്. ഏതാണ്ട് കയറി വരുമ്പോൾ രാത്രി 10 മണിയൊക്കെ ആകും. അത്യാവശ്യം നല്ല കയറാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും വിലപ്പെട്ട നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഓക്കെ, ഇന്ന് ഇൻഷാല്ലാ പോയി നോക്കാം. 2 തന്താരെ പിരാന്തന്മാരുണ്ടോ? ഈ പ്രായത്തിൽ വലക്ക് പോകുമ്പോൾ ഒരു ആവേശം ഉണ്ടല്ലോ. അപ്പോൾ ഒരു എക്സ്ട്രാ ജീവന രണ്ടാക്കും. 2 തന്താരെ അപ്പോഴും ജീവൻ വെക്കണം. അത് വരെ വിളിക്ക് സുഖം ഉണ്ടാവില്ല. വലടുത്ത് മീൻ പിടിക്കാൻ പോകാൻ അതുകൊണ്ട് 2 കൊട്ട് ദമ്മ് കൂടും. എവിടെ നോക്കിയാ ദമ്മ് വരും. ഫോമാണ് കൊറേ കാര്യം ഇടവിടൊക്കെ വെച്ചല്ലേ. വല ഏകദേശം കണഞ്ഞു തുടങ്ങി. പതിപോലെ അല്ലെന്ന് ഉച്ചക്ക് ചോറൊക്കെ കൊടുന്നു. അപ്പൊ ചോറ് കഴിക്കാൻ വേണ്ടി കയറിയാണ്. എന്ത് കറിയാണാവോ? പച്ചക്കറി തന്നെ, അലവറും സേമിയാണ് പാസത്തില്. നോക്കിയാൽ കാണില്ല. പൊന്തിങ്ങനെ കാണുന്നുണ്ട് അവിടെ. ഇപ്പം മക്കളെ എന്ത് തന്താരായിട്ട് പോന്നിട്ടേ അത്യാവശ്യം നല്ലോണം മീൻ കിട്ടിക്കണം. 2 തന്താരക്കും തെറുപ്പ് തേക്കണം. ഉച്ചക്ക് ചോറും കിട്ടി, മീനും കിട്ടി. ഇതല്ല ഇനി കാണിച്ചു തരാം. കേറ്റൂലേ? ഇത് കണ്ടോ? ഒക്കെ ഹെവി മീനുകളാ. ഇത് കണ്ടോളൂ മക്കളെ. ഒക്കെ ഇതെല്ലാം ഹെവിയാണ്, ചെറുതില്ലെന്ന്. അപ്പോൾ മക്കളെ ഇന്നത്തെ എല്ലാവരും ഫിഷിങ് ഉസാറായി. ചെറുതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നുള്ളൂ. ഹെവി ഹെവി ഇതുണ്ട്. നമ്മുടെ ആൾക്ക് വണ്ടിയെന്ന് അറിയുമ്പോല്ല സിയാസൊന്നും. പിന്നെ അങ്ങനെ ലോഡ് കണ്ടുപോയിട്ടില്ല. ഇനി ആ മീനാട്ടോ ഞാൻ അങ്ങനെ ഇറക്കാം. ഒരു ചാക്ക് മീന് അടക്കെ ഇറക്കുക. അടക്കെ എടുത്തോ. ഇവിടെ ഇനി കാണൊക്കെ വലകള് വീടെടുക്കാം. ശരി ശരി. അപ്പൊ ഇന്നത്തെ ഫിഷിങ് രാത്രി 11:30 മണിയായി വീട്ടിൽ എത്താം. ഉണ്ടാവും അല്ലേ? അപ്പൊ ധനുഷ്കോടി ട്രിപ്പ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു വലക്കിറങ്ങിയതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊക്കെ ഒരു 8 കിലോ ഫിഷ് ഉണ്ടാവും. പിന്നെ ടോട്ടല് 100 കിലോന്റെ മുകളിൽ മീൻ ഉണ്ടാവും. ഇതൊക്കെ അത്യാവശ്യം സൈസാണ്. ഒക്കെ 8 കിലോന്റെ മുകളിൽ മീൻ ഉണ്ടാവും. മറ്റു മീൻ ഇത് ചത്തിട്ടില്ല കേട്ടോ. ചെയർമാൻ